ഹലോ എവ്രി വൺ, വെൽക്കം ടു സ്മാർട്ട് ലേണിംഗ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2023 നടന്ന 10th പ്രിലിംസിൻ്റെ തേർഡ് സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ മുഴുവൻ GK ചോദ്യങ്ങളുമാണ്. അപ്പോൾ ഇപ്പോൾ 3 സ്റ്റേജ് 10th പ്രിലിംസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും റിലേറ്റഡ് ഫാക്റ്റുകളും അതുപോലെ കറണ്ട് അഫെയറൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് പോവാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, 4 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഒരു ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഭുവൻ. അടുത്തത് ഗൂഗിൾ എർത്തിന് ബദലായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനം. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് 2009 മാർച്ചിൽ പ്രവർത്തനക്ഷമമായ ഭുവൻ ISRO ആണ് നിർമ്മിച്ചത്. അപ്പോൾ 3 ഓപ്ഷനും കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി എയും ബിയും സിയും ശരിയാണ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം, മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വാർത്താ അവതാരകൻ ആര്? ഓപ്ഷൻ ബി ഇവാൻ ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഏതാനും വസ്തുതകൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ 4 സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ 4 ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റായിട്ട് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, GST എന്നതിൻ്റെ പൂർണ്ണരൂപം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നുള്ളതാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്തത്, 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് GST നടപ്പിലാക്കിയത്. അത് തെറ്റാണ്. 101-ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. ഇനി അടുത്തത്, 2017 ജൂലൈ 1-നാണ് ഈ നിയമം നിലവിൽ വന്നത്. അതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്തത്, ഇതൊരു പ്രത്യക്ഷ നികുതിയാണ്. അത് തെറ്റാണ്. GST ഒരു പരോക്ഷ നികുതിയാണ്. അപ്പോൾ ഓപ്ഷൻ സി എയും സിയും ശരിയാണ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം, നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക. അപ്പോൾ നമുക്ക് 3 സൂചനകളാണുള്ളത്. ഒന്നാമത്തേത്, നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം. അടുത്തത്, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. മൂന്നാമത്തെ സൂചന, ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ്. അപ്പോൾ ഈ 3 സൂചനകളും അടിസ്ഥാനത്തിലുള്ള പദ്ധതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇനി 5-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ എ ഹോക്കിയുമായി ബന്ധപ്പെട്ടത് ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മെഡൽ നേടിയ ഇനം എന്നുള്ളതാണ്. അതുപോലെ PT ഉഷയാണ് CUKയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ് നേടിയ കായിക താരം. ഇനി മുംബൈ ഇന്ത്യൻസ് എന്നുള്ളത് പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കരസ്ഥമാക്കിയ ടീമാണ്. അടുത്ത, വിശ്വനാഥൻ ആനന്ദ് എന്ന് പറയുന്ന വ്യക്തിയാണ് ലോക ചെസ് ചാമ്പ്യൻ പട്ടം നേടിയത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ വെച്ചിട്ട്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ തെറ്റായ ജോഡികൾ ഏതെല്ലാം? അപ്പോൾ നിത്യ ചൈതന്യ യതി കരിഞ്ചന്ത എന്നുള്ളതും അതുപോലെ പന്തി ഭോജനം സഹോദരൻ അയ്യപ്പൻ എന്നുള്ളതുമാണ് തെറ്റായിട്ടുള്ള ജോഡികൾ. അപ്പോൾ ഓപ്ഷൻ എയും ബിയും തെറ്റാണ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം, കരിമ്പനപ്പട്ടകളിൽ കാറ്റ് പിടിക്കുന്നത് പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു. അത് പകർത്താൻ ശ്രമിച്ചെന്ന് മാത്രം. ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ഓപ്ഷൻ ബി ഖസാക്കിൻ്റെ ഇതിഹാസമാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കാനാണ്. കലയും കലാകാരന്മാരും തമ്മിൽ ചേരുംപടി ചേർക്കാനാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അതായത് അടൂർ ഗോപാലകൃഷ്ണൻ ദേശീയ അവാർഡുകൾ നേടിയ മികച്ച സംവിധായകനാണ്. അതുപോലെ JC ഡാനിയലാണ് മലയാള സിനിമയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. റസൂൽ പൂക്കുട്ടി ഓസ്കർ നേടിയ ആദ്യ മലയാളി. അതുപോലെ തോപ്പിൽ ബാസി ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്ത ചോദ്യം, 2023 മാർച്ച് 30 2-ാം G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം? ഓപ്ഷൻ സി കുമരകമാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. അപ്പോൾ ഓപ്ഷൻ ഡി സിയും ഡിയും ശരിയാണ്. അതായത് ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ അജന്ത, എല്ലോറ ഗുഹകൾ, താജ്മഹൽ എന്നിവയാണ്. അതുപോലെ ചരിത്രത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് സ്മാരകങ്ങൾ. ഇത് രണ്ടുമാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇനി അടുത്ത 2 ചോദ്യങ്ങളും ക്യാൻസലായിപ്പോയ ചോദ്യങ്ങളാണ്. 13-ാമത്തെ ചോദ്യം, മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ സി മിസോറമാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള കടലിടുക്ക്? ഓപ്ഷൻ ഡി പാക് കടലിടുക്ക് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 15-ാമത്തെ ചോദ്യം, റൂർക്കേല ഉരുക്കു നിർമ്മാണശാല ആരംഭിച്ചത് ഏതു രാജ്യത്തിൻ്റെ സഹകരണത്തോടു കൂടിയാണ്? ഓപ്ഷൻ ഡി ജർമ്മനിയാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം.
അടുത്ത ചോദ്യം പശ്ചിമഘട്ട മലനിരകളും പൂർവ്വഘട്ട മലനിരകളും കൂടിച്ചേരുന്ന ഭാഗം ഓപ്ഷൻ സി നീലഗിരി. 17ാമത്തെ ചോദ്യം ക്യാൻസലായിപ്പോയ ചോദ്യമാണ്. 18ാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ ജാംനഗർ ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഓപ്ഷൻ ബി 1951. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഓപ്ഷൻ സി കണ്ണൂർ. 21ാമത്തെ ചോദ്യം സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാം എന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിക്കുന്നത്? ഓപ്ഷൻ സി 97ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അപ്പോൾ ഇത് പഴയ ചോദ്യപേപ്പർ ആയതുകൊണ്ട് ഇപ്പോൾ ആൻസർ മാറിയിട്ടുണ്ട്. സഞ്ജീവ് ഖന്നയാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. 51ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് സഞ്ജീവ് ഖന്ന. താഴെ പറയുന്നവയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി മനുഷ്യാവകാശ ധ്വംസനം നടത്തിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. മനുഷ്യാവകാശ കമ്മീഷന് പരാതികളെക്കുറിച്ച് അന്വേഷിക്കാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യം വിവരാവകാശ നിയമം 2005 പ്രകാരം ശരിയായത് കണ്ടെത്തുക. അപ്പോൾ നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ 1, 3, 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റായിട്ടുള്ളത്. 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഡി 1, 3, 4 ശരി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഓപ്ഷൻ സി വിശ്വാസ് മേത്തയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്? ഓപ്ഷൻ എ ബ്രിട്ടൻ. 27ാമത്തെ ചോദ്യം ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്? ഓപ്ഷൻ ബി 2010 ഏപ്രിൽ 1. ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തി? ഓപ്ഷൻ ബി മോത്തിലാൽ നെഹ്റു. ഇനി കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ മാസം പരമാവധി നീട്ടിക്കൊണ്ടു പോകാവുന്നതാണ്? ഓപ്ഷൻ സി 3 മാസം. 30ാമത്തെ ചോദ്യം 1980 സുനിൽ ബത്ര ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി പൊതു താൽപര്യ ഹർജി. അടുത്ത ചോദ്യം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന വരിക വരിക സഹചരേ എന്ന ഗാനം രചിച്ചതാര്? ഓപ്ഷൻ ബി അംശി നാരായണ പിള്ള. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം? ഓപ്ഷൻ സി ലാഹോർ സമ്മേളനം. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവൽ ഏത്? ഓപ്ഷൻ ഡി ആനന്ദമഠം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യം ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ്? ഓപ്ഷൻ ബി രേഖാംശ രേഖകൾ. അടുത്ത ചോദ്യം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി പോരാടുകയും 17ാം വയസ്സിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടുകയും ചെയ്ത വ്യക്തിയാണ്? ഓപ്ഷൻ എ മലാല യൂസഫ്സായി. 36ാമത്തെ ചോദ്യം ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം? ഓപ്ഷൻ ഡി റെയ്ച്ചൂർ. ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത ഭരണാധികാരി ആര്? ഓപ്ഷൻ ബി ശിവജി. ഇനി കൊടും തണുപ്പുള്ള രാജ്യങ്ങളിൽ സ്ഫടിക മേൽക്കൂരയുള്ള കെട്ടിടങ്ങളിൽ വിളകൾ നട്ടുവളർത്തുന്ന രീതിയാണ്? ഓപ്ഷൻ എ ഹരിതഗൃഹ കൃഷി. ഇനി അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം നമ്മുടെ രാജ്യമാണ്? ഓപ്ഷൻ സി ഇന്ത്യയാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇനി 40ാമത്തെ ചോദ്യം മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നവ ഏത്? ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്നതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അതായത് സമത്വം, സ്വാതന്ത്ര്യം, പിന്നെ ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം, ഇതെല്ലാം മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. ഇനി 41ാമത്തെ ചോദ്യം അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണം? ഓപ്ഷൻ ബി തെർമോമീറ്റർ. ഇത് ശരിക്കും സയൻസ് സെക്ഷനിൽ വരേണ്ട ചോദ്യമാണ്. പക്ഷെ നമുക്ക് ജോഗ്രഫിയിലും അന്തരീക്ഷ താപമർദ്ദത്തിനെ കുറിച്ചൊക്കെ പഠിക്കാനുള്ളത് കൊണ്ട് അതിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ചോദ്യം ചോദിക്കാവുന്നതാണ്. ഇനി അടുത്തത് സമത്വ സമാജം സ്ഥാപിച്ചത്? ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികൾ. 43ാമത്തെ ചോദ്യം തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിനു താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നടന്ന സമരമാണ്? ഓപ്ഷൻ ബി ചാന്നാർ ലഹള. അടുത്ത ചോദ്യം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ എ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകിയത്? ഓപ്ഷൻ ബി ഗാന്ധിജി. അടുത്ത ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ? ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം? ഓപ്ഷൻ സി ഒട്ടകം.
മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം ഓപ്ഷൻ ബി നദികൾക്കിടയിലുള്ള പ്രദേശം എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരം. ഇനി വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചതാര്? ഓപ്ഷൻ ബി പണ്ഡിത രമാബായി. അടുത്ത ചോദ്യം, ഈജിപ്തിൻ്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി? ഓപ്ഷൻ ബി നൈൽ. 51-ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത ധീരവനിത? ഓപ്ഷൻ സി മാഡം ഭിക്കാജി കാമ. ഇനി പ്രാദേശിക പത്രഭാഷാ നിയമം നടപ്പിലാക്കിയത്? ഓപ്ഷൻ എ ലിട്ടൺ പ്രഭു. 53-ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? ഓപ്ഷൻ എ 21A. 54-ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ? ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവി. 55-ാമത്തെ ചോദ്യം, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. ഇനി പരോക്ഷ നികുതിയല്ലാത്തതേത്? ഓപ്ഷൻ സി വ്യക്തിഗത ആദായ നികുതി. ബാക്കിയെല്ലാം പരോക്ഷ നികുതിയാണ്. ഇനി ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ഓപ്ഷൻ എ ഉത്തര മഹാസമതലം. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ ബി ജാർഖണ്ഡ്. ഇനി 59-ാമത്തെ ചോദ്യം, പാതിരാക്കൊക്കിൻ്റെ കേന്ദ്രമെന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം? ഓപ്ഷൻ എ കുമരകം. ഇനി 60-ാമത്തെ ചോദ്യമാണ്, വറ്റി വരണ്ടു പോയ ഏത് പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? ഓപ്ഷൻ ഡി കൊടുങ്ങരപ്പള്ളം പുഴ. അപ്പോൾ 60 GK ചോദ്യങ്ങളും അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ മുഴുവൻ GK ചോദ്യങ്ങളുമായിട്ട് കാണാം. അപ്പോൾ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.